മഴ പെയ്താൽ പിന്നെ വണ്ടികൾക്ക് ഒരു ഇതുമില്ല കേട്ടോ, ലക്കും ലഗാനും ഇല്ലാതെ ഓടിക്കാം. എന്താണെന്നറിയാൻ പാടില്ല. കാരണം മഴ പെയ്താൽ കുറച്ചെങ്കിലും കെയർഫുള്ളായിട്ട് ഓടിക്കേണ്ടതല്ലേ. ഈ ജനറലി ഞാൻ കാണുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടികൾക്ക് ലക്കും ലഗാനും ഇല്ല. ടൂ വീലറിൽ പോകണതിന് പിന്നെ പറയാം, അവന് മഴ കൊണ്ടോണ്ട് ഓടിക്കണേ, അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ എന്താണ്. പക്ഷേ കാറിൽ പോകണതിന് എന്ത് ടെൻഷനാണ്. മഴ കഴിയുമ്പോൾ വിസിബിലിറ്റി കുറവായതുകൊണ്ടാണ് ആളുകളൊരു ലക്കില്ല കാര്യം ഇല്ലാണ്ട് ഓടിക്കുന്നത്. ടൂ വീലറിൽ പോകണമെന്ന് പറഞ്ഞാൽ അവന് മഴ കഴിഞ്ഞ് പോകുമ്പോൾ അവൻ ചിലപ്പോൾ വേഗം എത്തിയെങ്കിൽ മഴയിൽ നിന്ന് ഒഴിവായി കിട്ടുന്നുള്ള ഒരു ഇതിൽ സ്പീഡിൽ കൂട്ടാം. കാറിൽ പോകണമെന്ന് സ്പീഡ് കൊണ്ട് ഒരു കാര്യമില്ല. ടൂ വീലറും സ്പീഡ് കൊണ്ടാൽ ഡേഞ്ചറാണ് മഴക്കാലത്ത്. ശരിക്കും 60 കിലോമീറ്റർ പോകണം 50ലേക്ക് ഡൗൺ ചെയ്യണമെന്നാണ് പറയണത് എക്സ്പേർട്സ്. അല്ലെങ്കിൽ 70 കിലോമീറ്റർ പോകണം 60ലേക്ക് ഡൗൺ ചെയ്യണം. 10 കിലോമീറ്റർ ഡൗൺ ചെയ്ത് ഓടിക്കണമെന്നാണ്. ഇപ്പോൾ പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് മിക്കവാറും 10 കിലോമീറ്റർ അപ്പ് ചെയ്താൽ ഓടിക്കണം മിക്കവാറും. ഉച്ചയ്ക്ക് 1 മണി. അതെന്താണെന്ന് മനസ്സിലാവില്ല. ഓഫീസിൽ തിരക്കുകൾക്കിടയിലാണ് സമയം. ഉച്ചയ്ക്ക് 2:15. ഭക്ഷണം കഴിക്കാൻ ഉടനെ വീട്ടിലേക്ക് 30ഓളം ആൾ ക്യൂവിൽ. രാത്രി 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. മക്കളുടെ സംശയങ്ങൾക്ക് ഇതിനിടെ നിരവധി ഫോണുകൾ. ചെറുതായി ഭക്ഷണം കഴിച്ചത് ഉറങ്ങാൻ കിടന്നു. സമയം രാത്രി 1 മണി. ഹലോ, ഡോക്ടറാണോ? എമർജൻസി. സ്വന്തം എമർജൻസി മാറ്റിവെച്ച് നമ്മുടെ എമർജൻസിയിൽ ഓടിയെത്തുന്ന എല്ലാ ഡോക്ടേഴ്സിനും ബിഗ് താങ്ക് യു. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. എല്ലാ ഓക്സിജൻ ഷോറൂമുകളിൽ നിന്നും ഇപ്പോൾ ഏസർ ലാപ്ടോപ്പുകൾ വാങ്ങുമ്പോൾ നേടൂ 5000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ ഓരോ ഏസർ ലാപ്ടോപ്പ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും. ഓക്സിജൻ ദ ലാപ്ടോപ്പ് എക്സ്പെർട്ട്. അറിഞ്ഞോ, സ്വർണ്ണമഴ പെയ്യാൻ പോകുന്നു. അതെ, മുരളിയ ഗോൾഡൻ മൊമെന്റ്സ് കോൺടെസ്റ്റ് തുടങ്ങുക. ഓരോ ആഴ്ചയിലും വിജയികളെ തിരഞ്ഞെടുക്കുന്നു. സ്വർണ്ണ നാണയമാണ് സമ്മാനം. മുരളിയ ഉൽപ്പന്നങ്ങൾ ആസ്വദിക്കുന്ന നിങ്ങളുടെയോ കുടുംബത്തിന്റെയോ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഷെയർ ചെയ്ത് മുരളിയെ ടാഗ് ചെയ്യുക. അല്ലെങ്കിൽ 7994991111 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. ജൂലൈ 1 മുതൽ ജൂലൈ 29 വരെ മുരളിയ ഗോൾഡൻ മൊമെന്റ്സ് കോൺടെസ്റ്റിൽ പങ്കെടുക്കാം. സ്വർണ്ണം നേടാം. മികച്ച മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചത്, ഉജ്ജ്വലമായ നിറങ്ങൾ കൊണ്ട് രൂപകൽപ്പന ചെയ്തത്, കണ്ണുകളെ ആകർഷിക്കാൻ വേണ്ടി ക്രാഫ്റ്റ് ചെയ്തത്, ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് അവതരിപ്പിക്കുന്നു. ക്ലാസി വീഗൻ ലെതർ സ്റ്റിച്ച് പാറ്റേണിൽ നിർമ്മിച്ചത്. സ്റ്റാർട്ടിംഗ് അറ്റ് ₹24,999. നിങ്ങളുടെ അടുത്തുള്ള സാംസങ് സ്റ്റോർ സന്ദർശിക്കുക. ടിആൻസി അപ്ലൈ. ഹലോ കൊച്ചി, ബെസ്റ്റ് ഫാഷൻ കളക്ഷൻസിനായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ഇതാ ഇന്ത്യസ് ഫൈനസ്റ്റ് ഫാഷൻ എക്സിബിഷനായ ഹൈ ലൈഫ് എക്സിബിഷൻ തിരിച്ചെത്തുന്നു. ബ്രൈഡൽ വെയർ, ഫൈൻ ജ്വല്ലറി കളക്ഷൻസ്, ഹോട്ട് couture, ഡിസൈനർ അപ്പാരൽസ്, ഫാഷൻ ആക്സസറീസ്, 3M വെച്ച് ഒന്നിങ്ങനെ കഴുകണം. ഒരാഴ്ചയൊക്കെ നിൽക്കുന്നുണ്ട് 3M വെച്ച് ഒന്ന് കഴുകി കഴിഞ്ഞ ഗ്ലാസ്. നല്ല പെർഫെക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആട്ടോ 3M വെച്ച് കഴുകി കഴിഞ്ഞാൽ. 3Mന്റെ ഷാമ്പൂ എന്ന് പറയുന്നത് സാധനമാണോ? നമ്മളെ രാത്രി ഓടിക്കുമ്പോൾ ഡിഫറൻസ് അറിയണം. മറ്റോ നമുക്ക് രാത്രി മറ്റോൻ്റെ ഇത് കാരണം ഒന്നും കാണാൻ പാടില്ല. ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് 3M വെച്ച് കഴുകി കഴിഞ്ഞാൽ അങ്ങനെ റിഫ്ലക്ഷൻസ് കുറവാണ് ഗ്ലാസ്. കൂടുതൽ ലാഭം, കൂടുതൽ സമയം. ജൂലൈ 4, 5, 6, 7 തീയതികളിൽ കൂടുതൽ ഷോപ്പ് ചെയ്യാം. കൊച്ചി റെഡിയാണോ? Club FM 94.3. മനം
ബീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒത്തുകേർക്കാൻ എനിക്ക് വലിയ മരുന്നില്ല ചേട്ടാ. ചേട്ടൻ തന്നെ ഇറക്കി. ഞാൻ ട്രാഫിക്കും ക്ലിയർ ആയാലേ ഞാൻ ഇറങ്ങുള്ളൂ. ചേട്ടൻ തന്നെ അറിയാം. 75 എണ്ണയണം. പറ്റുമെങ്കിൽ ചേട്ടൻ തന്നെ ഇറങ്ങിക്കും. കുത്തി ഇറങ്ങണമെങ്കിൽ. ട്രാഫിക്ക് മാറാതെ ഞാൻ ഇറങ്ങില്ല. ട്രാഫിക്ക് മാറാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ക്ലിയർ ആവാതെ എങ്ങനെ ഇറങ്ങണം? അത് വെർട്ടിക്കലായിട്ട് ഇറങ്ങുമ്പോൾ, പെർപെൻഡിക്കുലറായിട്ട് ഇറങ്ങുമ്പോൾ ട്രാഫിക് ക്ലിയർ ആവാതെ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് എപ്പോഴും ഇത് വേണ്ടത്, ഈ ട്രാഫിക് ലൈറ്റ്സ് വേണ്ടത്. ട്രാഫിക് ലൈറ്റ്സ് ആണെങ്കിൽ മറ്റ് അപ്പുറത്ത് തന്നെ ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ നിന്നുള്ള കിടത്തി വിടും. അത് റെഗുലർ ഇൻ്റർവെല്ലിൽ ഇവിടെ നിന്നുള്ളവൻ പോകുമ്പോൾ അവിടെ നിന്നുള്ളവൻ പോകുമ്പോൾ അവിടെ നിന്നുള്ളവൻ മാത്രമല്ല, അല്ലേ റൈറ്റിൽ നിന്ന് പോകുമ്പോൾ റൈറ്റിൽ നിന്നുള്ളവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ട്രാഫിക് ലൈറ്റ്സ് വേണ്ടത്. ആ ഒരു കാര്യം ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല. എന്നിട്ട് വലിയ വർത്തമാനം പറഞ്ഞത് റോഡ് സുരക്ഷ, മാങ്ങാത്തൊലി, തേങ്ങാക്കൊല. ഒരു ജംഗ്ഷനിലും ട്രാഫിക് ലൈറ്റ് പിടിപ്പിച്ചിട്ടില്ല. എന്നിട്ട് വലിയ വർത്തമാനം പറഞ്ഞത് പല ആക്സിഡൻസും ട്രാഫിക് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ഒഴിവായി കിട്ടും. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ആക്സിഡൻസിൽ ഒരു 70 to 75% ട്രാഫിക് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ഒഴിവാകും. വിദേശ രാജ്യങ്ങളിലൊക്കെ ആക്സിഡൻസ് കുറവിന് ഒരു പ്രധാന കാരണം ട്രാഫിക് ലൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. നമ്മളെ അപേക്ഷിച്ച് കുറവാണ് മറ്റേ എസ്റ്റാബ്ലിഷ്ഡ് മറ്റേ എക്കോണമികളിലൊക്കെ. അതിനൊരു പ്രധാന കാരണം ട്രാഫിക് ലൈറ്റാണ്. ഇരുട്ടിലെ വിളക്കായി ഞാൻ തെളിച്ചിടം കണ്ണി